വളരെ ഇൻഫോർമേറ്റീവായ 2 ക്ലാസ്സുകളാണ് ഇനി നടക്കുന്നത്. ആദ്യം ജലസംരക്ഷണത്തെക്കുറിച്ച് ശ്രീ EV തോമസ് സാറ് പരിസ്ഥിതി കമ്മീഷന്റെ പ്രോജക്ട് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. വളരെ പ്രയോജനപ്രദമായ ഈ ക്ലാസ് എല്ലാവരും പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. അഭിനന്ദരായ സഭാപിതാക്കന്മാരെ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഗുരുജനങ്ങളെ, സ്നേഹമുള്ളവരെ, കർത്തൃനാമത്തിൽ വന്ദനം. പരിമിതമായ സമയം മാത്രമേ എനിക്ക് അനുവദിച്ചിട്ടുള്ളൂ. ഈ സമയത്ത് നിന്നുകൊണ്ട് ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ജലസംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് പരമാവധി വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു 5 മിനിറ്റ് സമയം അവസാനം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. ഈ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ കാണാം എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ തുടങ്ങുകയാണ്. ഇപ്പോൾ സ്ക്രീനിൽ ഒരു ചിത്രമുണ്ട്. ഈ ചിത്രം എന്താണെന്ന് ഒന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് പറയാമോ? ആർക്കെങ്കിലും പെട്ടെന്നൊന്ന് പറയണം, സമയമില്ലാത്തത് കൊണ്ട്. ഒരാളൊന്ന് ഉറച്ചു പറഞ്ഞാൽ മതി. ഞാൻ തന്നെ അങ്ങ് പറയട്ടെ. ഇത് ഒരു കിണർ ആയിരുന്നു. ആ കിണറിൻ്റെ അകത്ത് വെള്ളമില്ലാതെ വന്നപ്പോൾ അതിൻ്റെ അകത്തൊരു കുഴൽക്കിണർ ഉണ്ടാക്കി. ആ കുഴൽക്കിണറ്റിലും വെള്ളമില്ലാതെ വന്നപ്പോൾ ആ വീട്ടുകാർ കിണറിനെ നടുവേ കീറി മുറിച്ച് മറ്റുപയോഗത്തിനായിട്ട് അവിടെ ഒരു കട പണിയാൻ വേണ്ടി തുടങ്ങുന്നു. ഇങ്ങനെയുള്ള ഒരു ചിത്രമാണ് ഞാൻ ഇപ്പം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഒരു ചിത്രം കൂടെ കണ്ടിട്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഈ ചിത്രം പരിചയമുള്ള ചിത്രമാകാം. തെളിച്ചമുണ്ടോയെന്ന് തോന്നുന്നില്ല. ട്യൂബ് ലൈറ്റ് ഒന്ന് നിർത്തിയാൽ ഇച്ചിരി തെളിച്ചം കിട്ടും. ഇതറിയാമല്ലോ, ഇത് ഒരു കുഴൽക്കിണറായിരുന്നു. വെള്ളമില്ലാതെ വന്നപ്പോൾ മാലിന്യങ്ങളൊക്കെ അവിടെ കൊണ്ടിടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ചുരുക്കം ഞാൻ ഈ 2 ചിത്രങ്ങൾ കാണിച്ചതിൻ്റെ അർത്ഥം, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കിണറുകളും ജലസംഭരണികളും കുളങ്ങളും ഒക്കെ ദിവസേന വർഷം കഴിയുന്തോറും അതിൽ ജലലഭ്യത കുറഞ്ഞിട്ട് ഉപയോഗശൂന്യമായി പോകും എന്ന ഒരു ഭാഗം സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കേരളത്തിൽ 2 മഴക്കാലമുണ്ട്. ഒരു മഴക്കാലം കഴിഞ്ഞു, പാതി എന്ന് പറയുന്ന മഴക്കാലം. പിന്നെ തുലാവർഷം ഇനി ഉണ്ടോയെന്നറിയത്തില്ല. തുലാവർഷത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. 2 മഴക്കാലമുണ്ട്. ഈ മഴക്കാലത്ത് വളരെ സമ്പുഷ്ടമായ ഒരു രീതിയിൽ നമ്മുടെ തോടുകളും നദികളും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന രീതിയാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത്. ഇഷ്ടംപോലെ വെള്ളം നമുക്കുണ്ട്. വെള്ളത്തെക്കുറിച്ച് നമുക്ക് ആരോടും പരാതി പറയേണ്ട കാര്യമേ ഇല്ല. ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ കിണറുകളൊക്കെ നിറഞ്ഞ്, കുളമൊക്കെ നിറഞ്ഞ് ഇഷ്ടം പോലെ വെള്ളം ഉള്ള ഒരു സംസ്ഥാനമാണ് ഇന്ന് കേരളം. ഒരു പരാതിയും ആർക്കും ഇല്ല. പക്ഷേ ഒരു കാര്യം, മഴക്കാലം കഴിയുമ്പോൾ ഒരു 2 ആഴ്ചത്തേക്ക് മഴ പെയ്യാതിരിക്കുമ്പോൾ തന്നെ ഉഷ്ണം വർദ്ധിക്കുന്നു, നമ്മൾ അസ്വസ്ഥരാകുന്നു, നമ്മുടെ കിണറ്റിൽ വെള്ളമൊക്കെ കുറഞ്ഞു വരുന്നു, നമ്മുടെ പറമ്പുകളൊക്കെ ഉണങ്ങി വരണ്ട് പോകാൻ തുടങ്ങുന്നു. ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല കുളങ്ങളും വെള്ളം വറ്റി കുറഞ്ഞ അവസ്ഥ. ഇങ്ങനെ ഒരു അവസ്ഥയാണ് നമുക്ക് ചുറ്റും കാണാനുള്ളത്. ഇത് 2004 കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുഴയായ ഭാരതപ്പുഴയുടെ മധ്യത്തെ ചിത്രമാണ്. 2004 എടുത്ത ഒരു ചിത്രമാണ്. ഏതാനും ബക്കറ്റ് വെള്ളത്തിൽ ഒതുങ്ങി നിൽക്കുന്നു അന്ന് ഭാരതപ്പുഴ. പരക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് കേരളത്തിൽ 300 സെൻറ്റിമീറ്റർ മഴ പെയ്യുന്നുണ്ടെന്നാണ്. ഈ 300 സെൻറ്റിമീറ്റർ മഴ പെയ്യുന്ന കേരളത്തിൽ ഇത്രയേറെ ജലക്ഷാമം ഉണ്ടാകാൻ എന്താണ് കാരണം? ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട വിഷയഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കുടിവെള്ളക്ഷാമം ഉണ്ടാകാൻ, നമ്മൾ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കുടിവെള്ളക്ഷാമം എന്നുള്ള ഈ അറിവ് നമുക്ക് സർവ്വസാധാരണമാണിപ്പോൾ. അതുണ്ടാകാൻ എന്താണ് കാരണം? ഇനി ആ കാരണഭാഗമാണ് പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയേറെ സമർത്ഥമായിട്ട്
മഴ ലഭിക്കുന്ന കേരളത്തിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാകാൻ കാരണം? ഒന്ന്, നമ്മുടെ കേരളത്തിൻ്റെ കിടപ്പ് അതാണ്, ചരിവ് അതാണ്. വളരെ പെട്ടെന്ന് ഏതാണ്ട് 1-1.5-2 മണിക്കൂർ കൊണ്ട് നമ്മുടെ കിഴക്കൻ ഭാഗങ്ങളിൽ പെയ്തു വീഴുന്ന മഴവെള്ളത്തിന് വളരെ വേഗത്തിൽ സമുദ്രത്തിൽ എത്തത്തക്ക രൂപത്തിലുള്ള ചരിഞ്ഞ സ്ഥലവും അല്പം സമതലവും കൂടെ ചേർന്ന ഭൂമിയാണ് നമ്മുടെ കേരളത്തിനുള്ളത്. അതുകൊണ്ട് പെയ്തിറങ്ങുന്ന വെള്ളം വളരെ പെട്ടെന്ന് സമുദ്രത്തിലെത്തുന്നു. ഇതാണ് ഒരു കാരണം. ഇത് നമുക്ക് പരിഹരിക്കാൻ ഒരു മാർഗവുമില്ല. രണ്ടാമത്തെ ഒരു കാരണം നമ്മൾ തന്നെ വലിച്ചു വരുത്തുന്നതാണ്. ചിത്രത്തിൽ പറയുന്നത് കുറ്റമാണെന്ന്, പിതാക്കന്മാരുടെ മുമ്പിൽ പറയുന്നത് കുറ്റമാണെന്ന് ധരിക്കരുത്. നമ്മുടെ ദേവാലയങ്ങൾ പോകട്ടെ, നമ്മുടെ വീടുകളുടെ മിറ്റങ്ങളും എല്ലാം മനോഹരമായിട്ട് ടൈലിട്ട് വൃത്തിയാക്കുന്നുണ്ട്. ഈ വൃത്തിയാക്കിക്കോളൂ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ അടിയിലൊരു പാതകം കാണിക്കുന്നുണ്ട്. പുല്ല് കിളിച്ച് വരല് എന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടാണ് അതിൻ്റെ മണ്ടയ്ക്ക് ടൈലിട്ട് വെക്കുന്നത്. ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിലേക്ക് ഇറങ്ങാനൊക്കത്തില്ല. ടൈലിട്ടാൽ തന്നെയും ഈ പ്ലാസ്റ്റിക് ഇട്ട് ടൈലിടാതെ കഴിയാതിരിക്കാമെങ്കിൽ കുറച്ചെങ്കിലും വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന് അത് സാധ്യമാണ്. ഇനിയും എന്താണ് ഇതിൻ്റെ പരിഹാരം? പ്രധാന ഭാഗത്തേക്ക് വരികയാണ്. എനിക്ക് സമയം വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ വളരെ പെട്ടെന്ന് പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് ഇതിനെ പരിഹരിക്കാനുള്ളത്? ഒന്ന്, നമ്മൾക്ക് ജലസാക്ഷരത ഉണ്ടാവാം. എന്താണ് ജലസാക്ഷരത? അത് പ്രധാനമായിട്ടുള്ള ഒരു ആശയമാണ് ജലസാക്ഷരത. ജലസാക്ഷരത എന്ന് പറയുന്നത് നമുക്കറിയാം, ഭൂമിയിലുള്ള വെള്ളത്തിൻ്റെ ജലത്തിൻ്റെ ലഭ്യത എന്ന് പറയുന്നത്, നമുക്ക് ഒരു കിണറുണ്ടെന്ന് വിചാരിക്കുക. ഇന്ന് കിണർ ഏതാണ്ട് 65 ലക്ഷം കിണറുകൾ കേരളത്തിലുണ്ട് ഏകദേശം. ഈ കിണറുകളിൽ നമ്മുടെ പറമ്പിലുള്ള കിണറാണ്. അതിൻ്റെ അകത്തു നിന്ന് ഇഷ്ടം പോലെ വെള്ളം പമ്പ് ചെയ്യാനോ കോരിയെടുക്കാനോ നമുക്ക് അവകാശമുണ്ട് എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കിണറ്റിലെ വെള്ളം നമുക്കിഷ്ടം പോലെ ഉപയോഗിക്കുന്നതിന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഇതാണ് നമ്മുടെ രീതി. പക്ഷെ ഓർക്കണം, ഈ കിണറ്റിൽ വെള്ളം വരുന്നത് ചിലപ്പോൾ നമ്മുടെ പറമ്പിൽ പെയ്യുന്ന മഴയുടേത് ആകാം, ചിലപ്പം വളരെ ദൂരെ പെയ്യുന്ന കുന്നിൻ്റെ മുകളിൽ പെയ്യുന്ന മഴയുടെ വെള്ളം ഭൂമിയിൽ താണ് അക്വിഫെയറിലൂടെ ഒഴുകി, ഭൂമിക്കടിയിലുള്ള നീരൊഴുക്കിലൂടെ ഒഴുകി ആണ് നമ്മുടെ കിണറ്റിലെത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ കിണറ്റിലെ വെള്ളം നമ്മുടെ സ്വന്തമായ സ്വത്തല്ല, അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതു സ്വത്താണ് എന്ന് ധരിക്കണം. ഈ അറിവ് നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നു. കാരണം നമ്മുടെ കിണറ്റിൽ വെള്ളം കോരാൻ, വെള്ളമില്ലാത്ത സമയത്ത് അയലത്തു നിന്ന് ഒരാൾ വെള്ളം കോരാൻ വന്നാൽ അന്നത്തെ ആളുകൾ പറയും, വെള്ളം വിലക്കാൻ പാടില്ല, വെള്ളം ആര് ചോദിച്ചാലും ആർക്കും കൊടുക്കേണ്ട വസ്തുവാണ്, കാര്യം അത് പൊതുസ്വത്താണെന്ന് നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ നമ്മുടെ കിണറിനൊക്കെ ചുറ്റുമൊക്കെ കെട്ടി പമ്പുമൊക്കെ വെച്ച് അടച്ചു മൂടി പൂട്ടി വെള്ളം അത് എനിക്ക് മാത്രം ഉപയോഗിക്കാനോ അല്ല എൻ്റെ വീട്ടിലെ മാത്രം ഉപയോഗിക്കാൻ എന്ന് ധരിക്കുന്നു. ഇത് തെറ്റാണ്, തീർച്ചയായിട്ടും തെറ്റാണ്. ഇതാണ് ജലസാക്ഷരതയിലെ ഒന്ന്. ബാക്കി രണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഭൂമിയിലുള്ള കുടിവെള്ളത്തിൻ്റെ ലഭ്യത, ശുദ്ധജലത്തിൻ്റെ അളവ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുണ്ട്. ഞാൻ ഈ ഒരു ആശയം മാത്രമേ ജലസാക്ഷരതയിൽ സൂചിപ്പിക്കുന്നുള്ളൂ. അത് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളം നമ്മുടെ സ്വത്തല്ല, അത് നമുക്ക് യഥേഷ്ടം എടുക്കാൻ പറ്റുകയില്ല. നമ്മൾ ഭൂമിയുടെ ജലബാങ്ക് എന്ന് പറയുന്ന ആശയത്തിൽ, അതായത് ഭൂമിക്കടിയിൽ കിടക്കുന്ന വാട്ടർ ടേബിളിലുള്ള എല്ലാ ശുദ്ധജലവും അത് പൊതുസ്വത്താണ്. അതൊരു ബാങ്കിൽ വെള്ളത്തിൻ്റെ ഒരു ബാങ്കാണ്. അതിൽ നിന്ന് നമുക്ക് കിണറ്റിലൂടെ നമ്മൾ കടമായിട്ടെടുക്കുകയാണ്, വലിച്ചെടുക്കുകയാണ്. ആ കടം നമ്മൾ തിരിച്ച് പലിശ സഹിതം കൊടുക്കാൻ നമുക്ക് ധാർമ്മികമായ ബാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കിണറിനെയോ ആ കിണർ നിൽക്കുന്ന അക്വിഫെയറിനെയോ സമ്പുഷ്ടമാക്കാൻ ധാർമ്മികമായ ചുമതല നമുക്കുണ്ട് എന്ന് നമ്മൾ ധരിക്കണം. ഇതാണ് ജലസാക്ഷരതയുടെ ഒരു ആശയം. ഇപ്പോൾ ഒരു ചിത്രം കാണിക്കുന്നത് പുറകെ ഇരിക്കുന്നവർ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ഞാനത് പറയാം. നമ്മുടെ പൂർവികർ ഒരു കാര്യം ചെയ്തിരുന്നു. മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ്
നമ്മുടെ വൃക്ഷങ്ങളുടെ എല്ലാം ചുവട്ടിൽ തടമെടുത്തിരുന്നു. ഈ തടമെടുത്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വെള്ളം, പ്രത്യേകിച്ച് തെങ്ങ് അതുപോലെയുള്ള വൃക്ഷങ്ങൾക്ക് തടമെടുക്കുമ്പോൾ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഓലയിൽ കൂടി ഊറി വീഴുന്ന തടിയിൽ കൂടെ വരുന്ന വെള്ളം തടത്തിൽ ശേഖരിക്കുകയും അത് മണ്ണിലേക്ക് താഴ്ന്ന് ജലസമ്പുഷ്ടമാക്കാൻ അല്ലെങ്കിൽ ജലപീഠത്തെ ഉയർത്താൻ അത് ഉപയോഗിച്ചിരുന്നു എന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പലരും വൃക്ഷങ്ങളുടെ ചുവട്ടിൽ തടമെടുക്കുന്നൊരു രീതി ഇല്ല. ഇതാണ് ജലത്തിൻ്റെ ലഭ്യത കുറയാൻ ഒരു കാരണം. ഇപ്പം ഞാൻ 2 കാരണം പറഞ്ഞു. മൂന്നാമത്, നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്, പഴയ കാലത്ത് ആളുകളെല്ലാം പറമ്പുകളിലെല്ലാം മണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ കയ്യാലകളൊക്കെ കെട്ടും. എന്നിട്ട് അവർക്കൊരു നിശ്ചയമുണ്ടായിരുന്നു, എൻ്റെ പറമ്പിലെ വെള്ളം, മഴവെള്ളം പുറത്തു പോകാൻ അനുവദിക്കത്തില്ല, അത് എൻ്റെ പറമ്പിൽ തന്നെ നിൽക്കണം എന്ന് നമ്മുടെ അപ്പച്ചന്മാർക്കൊക്കെ ഒരു നിഷ്ഠയുണ്ടായിരുന്നു. പക്ഷെ നമുക്കിന്നോ നമ്മുടെ മുറ്റത്ത് വീഴുന്ന വെള്ളം ഓവി കൂടി ഒന്നുകിൽ റോഡിലോ മറ്റുള്ളവരുടെ പറമ്പിലോ ഒഴുക്കി കളഞ്ഞ് വൃത്തിയാക്കി ഇടാൻ നമ്മൾ ശ്രമിക്കുന്നു. ഇതാണ് നമ്മുടെ കിണറ്റിലും അതുപോലെ തന്നെ പുഴയിലും ഒക്കെ വെള്ളം കുറയാനുള്ള ഒരു കാരണം. പരിഹരിക്കാൻ നമുക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാം. മഴക്കുഴി, ധാരാളം നമ്മൾ കേട്ടിട്ടുള്ള സംഗതിയാണ് മഴക്കുഴി. വെള്ളം പറമ്പിൽ കൂടി ഒഴുകുന്നതിന് ക്രോസായിട്ട് പിന്നെ ചെറിയ കുഴികൾ, 1-1.5 അടി താഴ്ചയുള്ള ചെറിയ കുഴികൾ എടുത്തിട്ട്, അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട എല്ലാവർക്കും അറിയാം. മഴക്കുഴികൾ എടുത്തിട്ട് നമുക്ക് വെള്ളം അതിൻ്റെ അകത്തൂടെ താഴ്ത്താൻ പറ്റും. പിന്നെ ഒഴുകിപ്പോകുന്ന മഴവെള്ളത്തെ എവിടെയെങ്കിലുമൊക്കെ തടഞ്ഞു നിർത്തി അതിനെ നമുക്ക് ഭൂമിയിലേക്ക് താഴ്ത്താൻ അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടുതലായിട്ട് ലഭ്യത വർദ്ധിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സംഗതിയാണ്. ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്, സിപ്പോളിൻ ടാങ്ക് എന്ന് പറയും. ഒരു തരം പ്ലാസ്റ്റിക് ഷീറ്റാണ്. ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ ജലം ടാങ്ക് ഉണ്ടാക്കാവുന്ന ഒരു സംവിധാനമാണ് സിപ്പോളിൻ ടാങ്ക്. ഈ സിപ്പോളിൻ ഷീറ്റ് ഒരു പറമ്പിലൊരു കുഴി എടുത്തിട്ട് ആ കുഴിയുടെ അടിയിലും സൈഡിലുമായിട്ട് സിപ്പോളിൻ ഷീറ്റ് നിറച്ചിട്ട് വിരിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിർത്തുന്ന പിന്നെ സിപ്പോളിൻ ടാങ്കുണ്ട്. ഇതിൻ്റെ അകത്തെ വെള്ളം കൃഷിക്കും മീനെ വളർത്തുന്നതിനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കുള്ള കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ ഈ സിപ്പോളിൻ ടാങ്കിലെ വെള്ളം കൊള്ളത്തില്ല. ആൽഗ ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് വളരും. അതാണ് പ്രധാനം. ഇനി ഞാൻ ആദ്യം ജലദൗർലഭ്യം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഇതിലോട്ട് പറഞ്ഞു. ഇനി അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത് നമ്മുടെ അക്വിഫയർ റീചാർജ്. അക്വിഫയർ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. നമ്മുടെ ഭൂമിക്കുള്ളിൽ, ഭൂമിക്ക് അടിയിൽ വെള്ളം പിടിച്ചു നിൽക്കുന്ന, കെട്ടി നിൽക്കുന്ന, എന്നിട്ട് ചെറുതായിട്ട് ഒഴുക്കുള്ള ഒരു ഭാഗം, മണ്ണിൻ്റെ സ്പോഞ്ച് പോലെയുള്ള ഒരു ഭാഗമാണ്. ഈ സ്പോഞ്ച് പോലെയുള്ള ഭാഗത്ത് ആണ് വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഭാഗത്തേക്കാണ് മഴവെള്ളം മണ്ണിലൂടെ ഒലിച്ചിറങ്ങി സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന അക്വിഫയറിലേക്ക് നമ്മുടെ കിണർ ചെന്ന് നിൽക്കുമ്പോഴാണ് ആ കിണറ്റിൽ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം കിട്ടും. അക്വിഫയറിൽ കിണർ എത്തിയില്ലെങ്കിൽ ആ കിണറ്റിൽ നമുക്ക് വെള്ളം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു അക്വിഫയറിനെ റീചാർജ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കിണറ്റിൽ കൂടി നമുക്ക് റീചാർജ് ചെയ്യാനൊക്കും. അതാണ് ഇന്നത്തെ ഇവിടെ നമുക്ക് ഏറ്റവും ഇന്ന് കേരളത്തിൽ ചെയ്യാവുന്ന ഏറ്റവും ജലസംരക്ഷണം, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ജലസംരക്ഷണം. അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം മേൽക്കൂരയിൽ നിന്ന് മഴവെള്ളം ശേഖരിച്ച് ശുദ്ധീകരിച്ചിട്ട് കിണറുകളിലൂടെ അക്വിഫയറിൽ എത്തിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം, ഏറ്റവും ശരിയായ മാർഗം, ഏറ്റവും ഒക്കുന്ന മാർഗം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കിണറ്റിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, കിണറ്റിൽ നിന്ന് വെള്ളം ജലബാങ്കിൽ നിന്ന് കടമായിട്ടെടുക്കുന്നത് പോലെ നമ്മുടെ മേൽക്കൂരയിൽ നിന്ന് വെള്ളം എടുത്ത് ശുദ്ധീകരിച്ചിട്ട് കിണറ്റിലേക്ക്, അക്വിഫറിലേക്ക് തിരിച്ചു കൊടുത്താൽ നമുക്ക് ഒരു കാലത്തും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് വരത്തില്ല. പക്ഷെ ഒരു കണ്ടീഷൻ, വെള്ളം ശുദ്ധീകരിച്ച് പൂർണ്ണമായിട്ടും ഗ്ലാസ്സിലെടുത്ത് കുടിക്കത്തക്ക രൂപത്തിൽ ശുദ്ധീകരിച്ച് വേണം നമുക്ക് കിണറ്റിലേക്ക് വിടാൻ. അതെങ്ങനെയാണെന്ന് ഒന്ന് സൂചിപ്പിക്കുകയാണ്. അത് വളരെ അധികം നിങ്ങൾക്ക് സംശയം തോന്നും. ഒരു ചെറിയ പേപ്പർ ഞാൻ ഇത്ര ആളുകളെ പ്രതീക്ഷിച്ചില്ല. അത് ഞാൻ കിണർ റീചാർജ് ചെയ്യുന്ന വിധത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് ഉണ്ട്.
അതിൻ്റെ വിശദീകരണമുണ്ട്. സംശയങ്ങൾ പിന്നെ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കും. ഞാൻ മേൽക്കൂരയിലുള്ള ജലത്തിൻ്റെ ലഭ്യത ഒന്ന് പറയട്ടെ. ഒന്ന്, ഇപ്പോൾ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം. ഒരു കുട്ടി അവൻ്റെ വീടിൻ്റെ മുറ്റത്തിരിക്കുകയാണ്. അമ്മ ദൂരയിൽ നിന്ന് കലത്തിലും ബക്കറ്റിലുമായിട്ട് വെള്ളം കൊണ്ടുവരികയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വരച്ച ചിത്രമാണ്. അപ്പോൾ അതെല്ലാം അതിൻ്റെ അകത്ത് കാണുമെന്ന് അതിൻ്റെ മനസ്സിലാകുന്ന അതിൻ്റെ കണക്കൂട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുട്ടി പറയുകയാണ്, ഈ ഇഷ്ടംപോലെ വെള്ളം ഈ മുറ്റത്ത് വീണ് കിടക്കുമ്പോൾ ഈ അമ്മ എന്തിനാ ഈ ദൂരെ പോയി വെള്ളം ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു ചിന്ത, ഒരു പുതിയ ആശയം നിങ്ങളിലേക്ക് എത്തിക്കാൻ വരച്ച ഒരു ചിത്രമാണ്. ഈ വെള്ളത്തിൻ്റെ അളവെന്ന് പറയാം. 1 സെൻറ്റ് സ്ഥലത്ത് മേൽക്കൂര 1 സെൻറ്റ് എന്ന് പറഞ്ഞാൽ 40.47 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് 300 സെൻറ്റിമീറ്റർ മഴ കേരളത്തിൽ പെയ്യുന്നു. ഈ വർഷം അതിൽ കൂടുതലുണ്ടായിരുന്നു. 300 സെൻറ്റിമീറ്റർ മഴ പെയ്യുന്നു എന്ന് കണക്കാക്കിയാൽ 1 സെൻറ്റ് സ്ഥലത്ത് നമ്മുടെ സാധാരണ ഒരു 3 ബെഡ്റൂമുള്ള ഒരു വീട് സാധാരണ ഒരു 2.5-3 സെൻറ്റിൽ കൂടുതൽ കാണും, വിസ്തീർണം കാണും. ആ 1 സെൻറ്റ് സ്ഥലം വിസ്തീർണം മേൽക്കൂരയുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു വർഷം 1,21,410 ലിറ്റർ വെള്ളം കാണും. അപ്പോൾ 1 സെൻറ്റ് സ്ഥലത്തെ വെള്ളം നമ്മൾ ശേഖരിച്ചാൽ തന്നെ ഈ വെള്ളം സാധാരണ 5 അംഗമുള്ള ഒരു കുടുംബത്തിന് 369 ദിവസത്തേക്ക് തികയും. ഒരു വർഷം ഇഷ്ടം പോലെ ഉപയോഗിച്ച് ബാക്കിയും വരും. അത്രയേറെ വെള്ളം നമ്മുടെ ഈ ദൈവം നമുക്ക് ഭൂമിയിലോട്ട് തരുന്നുണ്ട്, കേരളത്തിൽ നിന്ന് തരുന്നുണ്ട്. 1 സെൻറ്റ് സ്ഥലത്തേക്ക് മാത്രം മതി. നമ്മുടെ ഇപ്പോൾ ഈ ഇതിൻ്റെ വിസ്തീർണമാണെങ്കിൽ ഒരു ഏകദേശം ഒരു 8 സെൻറ്റ് 9 സെൻറ്റോളം ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഹോളിന് കാണും. അപ്പോൾ അത്രയേറെ വെള്ളം ഇന്ന് നമുക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ശേഖരിച്ച് ശുദ്ധീകരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ജല സംരക്ഷണ മാർഗമാണ്. ഇനിയും എല്ലാവരും ധരിച്ചു വെച്ചിട്ടുണ്ട് ഏത് തരത്തിലുള്ള മേൽക്കൂരയിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കാം. ഓലയാണെങ്കിൽ എന്താ, ആസ്പെറ്റോസോ ടെൻഷീറ്റോ ഒക്കെ നമുക്ക് ഏത് മേൽക്കൂരയിൽ നിന്നും വെള്ളമെടുത്ത് ശുദ്ധീകരിക്കാം. പക്ഷേ ഓരോ മേൽക്കൂരയ്ക്കനുസരിച്ച് ശുദ്ധീകരണ രീതിക്ക് അല്പ വ്യത്യാസം ഉണ്ടാവും. ഇനിയും മഴവെള്ളത്തിലെ മാലിന്യങ്ങൾ 2 തരത്തിലുണ്ട്, അത് നമുക്കറിയാം. പ്രധാനമായിട്ട് ഒന്ന് അലയങ്ങളായ മാലിന്യങ്ങളുണ്ട്. അതായത് വെള്ളത്തിൽ ലയിക്കാത്ത പായലിൻ്റെ പൊടിയെ, കരിയിലെ ഉണങ്ങിയ ഇലകളും ഒക്കെ ലയിക്കാതെ വെള്ളത്തിൽ ഒഴുകി വരും. അങ്ങനെയൊന്നുണ്ട്. ലയിച്ചു ചേർന്ന മാലിന്യങ്ങളുണ്ട്. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് ഇങ്ങനെയുള്ള എന്തെങ്കിലുമോ പുക, അതുപോലെ തന്നെ മേൽക്കൂരയിലുള്ള പക്ഷിക്കാഷ്ടം, എലിയുടെ മൂത്രം, ഇങ്ങനെയൊക്കെ ഉള്ളത് വെള്ളത്തിൽ അലിഞ്ഞു വരുന്നത്. ഈ 2 മാലിന്യങ്ങളെയും വേർതിരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം ഇത് നമ്മൾ സർവ്വസാധാരണമായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മഴവെള്ള സംഭരണിയാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചറിയാം. വീടിൻ്റെ സൈഡിലായിട്ട് ഒരു പാത്തി വയ്ക്കും. പാത്തിയിൽ വീഴുന്ന വെള്ളം, ആദ്യത്തെ വെള്ളം ചോർത്തി കളയാൻ താഴോട്ടൊരു പൈപ്പ് കാണും. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ താഴ്ഭാഗം അടച്ചു കഴിയുമ്പം സംഭരണിയിലേക്ക് വെള്ളം വീഴും. അതിൻ്റെ മേൽഭാഗത്ത് മണലും കരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തൂടെ അരിച്ച് വെള്ളം സ്റ്റോർ ചെയ്യും. ഇങ്ങനെയുള്ള മഴവെള്ള സംഭരണി നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തെ വെള്ളം കുടിക്കത്തക്ക രൂപത്തിൽ ശുദ്ധീകരിച്ചതല്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ മറ്റുപയോഗങ്ങൾ, തുണി കഴുകുന്നതിന് അങ്ങനെയുള്ള ഉപയോഗത്തിന് ഉപയോഗിക്കാവുന്നു. മാലിന്യങ്ങൾ, മേൽക്കൂരയിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ, ഇപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് പിന്നെ ഒരു കിണർ റീചാർജ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ഒരു ടാങ്ക് ഉണ്ടാക്കാം, ഒരു ശുദ്ധീകരണ അറ ഉണ്ടാക്കാം എന്ന് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു കിണർ നമ്മുടെ വീട്ടിലെ മേൽക്കൂരയിൽ നിന്ന് വെള്ളം എടുത്ത് നമ്മുടെ കിണർ റീചാർജ് ചെയ്യണം നമുക്കൊരാഗ്രഹമുണ്ട്. നമുക്ക് എങ്ങനെ അത് സാധിക്കും അത് പറയാൻ പോകാം. അതിലൊന്ന്, നമ്മുടെ മേൽക്കൂരയുടെ ഉയരവും കിണറിൻ്റെ മിറ്റവും തമ്മിൽ, ഉപരിതലവും തമ്മിലുള്ള ഉയരം മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴുകി വരുന്ന പിന്നെ അലയങ്ങളായ മാലിന്യങ്ങളെ തിരിക്കാൻ 3 മാർഗം. അതിലൊന്ന്, ഏറ്റവും ലളിതമായ മാർഗം, മേൽക്കൂരയുടെ ഉയരവും ഈ മിറ്റവും തമ്മിൽ വലിയ ഒരു 10 അടി ഉയരമേ, ഒരു നിലയുള്ളൊരു വീടാണ്, അല്ലെ ഓടിട്ടൊരു വീടാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത്, മേൽക്കൂരയിൽ നിന്ന് ഒരു പൈപ്പ് എടുത്തിട്ട് അതിന് താഴോട്ട് പെർപെൻഡിക്കുലറായിട്ട് രൂപത്തിൽ ഒരു പൈപ്പ് വെച്ചിട്ട് അതിനൊരടപ്പും വെച്ചാൽ അതിൻ്റെ അകത്തേക്ക് സാവധാനം വെള്ളം ഒഴുകി വരികയാണെങ്കിൽ, വലിയ തൂക്കായിട്ട് വെള്ളം വിടാതെ ഒഴുകി വരികയാണെങ്കിൽ ഈ അടിഞ്ഞു വരുന്ന മാലിന്യങ്ങളെല്ലാം ആ പൈപ്പിൻ്റെ അടിയിൽ വന്ന് കിടക്കും.
അവിടെ ഒരു ഡോറ് അടപ്പ് വെച്ചാൽ അത് തുറന്ന് കഴിയുമ്പോൾ നമുക്ക് അലയങ്ങളായ മാലിന്യങ്ങളെയൊക്കെ മാറ്റാൻ പറ്റും. അലയങ്ങളായ മാലിന്യങ്ങൾ മാറ്റുന്ന ഒരു മാർഗ്ഗമാണ് പറഞ്ഞത്. രണ്ടാമത്തേത്, കുറച്ചുകൂടെ ഉയരത്തിൽ നിന്നാണ് നമുക്ക് വെള്ളം വരുന്നതെങ്കിൽ, ഒരു 2 നില വീടിൻ്റെ മുകളിൽ നിന്നാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ ട്രാപ്പ് കൊണ്ട് പറ്റത്തില്ല. ഒഴുക്ക് കൂടുതലാകുമ്പോൾ അവിടെ ഒരു യു ഷേപ്പിൽ ഒരു പൈപ്പ് വളച്ച് വെച്ച് അതിൽ കൂടി വെള്ളം ഒഴുക്കി വിട്ടാൽ ആ യുവിൽ വന്ന് നിൽക്കും പിന്നെ ഈ മാലിന്യങ്ങളൊക്കെ. അതിൻ്റെ താഴെ ഒരു ഡോറ് വെച്ചിട്ടുണ്ട്, ഒരടപ്പുണ്ട്. ആ അടപ്പ് തുറക്കുമ്പം അതിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന വെള്ളവും പായലും പൊടിയും എല്ലാം നമുക്ക് ഈസി ആയിട്ട് പുറത്ത് കളയാൻ പറ്റും. ഇനി ഒരു 3 നില കെട്ടിടം, 4 നില കെട്ടിടം, അതുപോലെയുള്ള വലിയ ഉയരമുള്ള കെട്ടിടത്തിൽ നിന്ന് വളരെ ശക്തമായിട്ടാണ് മഴവെള്ളം ഒഴുകി വരുമ്പോൾ, വളരെ ശക്തമായിട്ട് ഒഴുകി വരുമ്പോൾ ആ വെള്ളത്തെ ഒരു ക്ലോസ്ഡ് യൂണിറ്റിൽ കൂടി കടത്തി വിടും. ക്ലോസ്ഡ് ട്രാപ്പ് എന്നാണ് അതിന് വിളിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ അകത്തൂടെ വെള്ളം കാണാൻ ഇതിൽ കൂടെ മേളി വന്ന് ഇതിൻ്റെ അകത്തൂടെ കറങ്ങിയിട്ട് അല്പം ഉയരത്തിൽ ചെന്ന് ടാങ്കിലോട്ട് പോകും. അങ്ങനെ ആകുമ്പോൾ ആ ക്ലോസ്ഡ് ഭാഗത്ത് നിൽക്കും. അവിടെ ഒരു ഡോർ വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തുനിന്ന് നമുക്ക് തുറന്നെടുത്ത് മാലിന്യങ്ങളെല്ലാം കളയാം. ഇങ്ങനെ ഒഴുകി വരുന്ന മാലിന്യങ്ങളെ, പായലിൻ്റെ പൊടിയെ ഇങ്ങനെയൊക്കെ കളയാൻ വേണ്ടി ഉള്ള ഒരു 3 രീതിയിലുള്ള സംവിധാനങ്ങൾ നമുക്കൊരുക്കാം. അവിടെ മേൽക്കൂരയുടെ ഉയരവും നമ്മൾ ശുദ്ധീകരണ അറ പണിയുന്ന ടാങ്കിൻ്റെ ആ ഹൈറ്റ് വ്യത്യാസം അനുസരിച്ചാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇനി ഈ വെള്ളം ശുദ്ധീകരിക്കുന്ന എല്ലാ മാലിന്യങ്ങളും ശുദ്ധീകരിച്ച് ഇതിനെ പൂർണ്ണമായിട്ടും ഗ്ലാസ്സിലെടുത്ത് കുടിക്കത്തക്ക രൂപത്തിലാക്കുന്ന വിധം വളരെ സിമ്പിളാണ്. ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് വീട്ടിൽ ചെന്ന് ചെയ്യാവുന്ന ഒരു പ്രയാസം. വെള്ളത്തെ ശുദ്ധീകരിക്കാൻ അരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തു എന്താണെന്നറിയാമോ? ചുടുകട്ടയാണ്, ഇഷ്ടിക. അപ്പം കുറച്ച് ഇഷ്ടിക എടുത്തിട്ട്, ഇപ്പം ഒരു വീട്ടിൽ ഒരു സാധാരണ ഒരു 1000 സ്ക്വയർ ഫീറ്റുള്ള മേൽക്കൂരയിൽ നിന്ന് വെള്ളം എടുക്കുന്നെങ്കിൽ അങ്ങനെയുള്ള വീട്ടിലേക്ക് ഒരു 100 ഇഷ്ടികയുടെ ആവശ്യമുണ്ട്. ഈ ഇഷ്ടിക എടുത്ത് വെള്ളത്തിൽ കുതിർത്തിട്ട് അതിൻ്റെ ഉപരിതലം എല്ലാം ഉരച്ച് റഫാക്കും. ആ മിനുസം എല്ലാം കളഞ്ഞ് റഫാക്കും. അതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അതിന് ശേഷം ആ ഇഷ്ടിക ഈ മഴവെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു ചെറിയ ടാങ്ക് വേണം. ആ ടാങ്ക് കെട്ടുന്ന വിധം അത് പിന്നെ പറയാം. ആ ടാങ്കിൻ്റെ അകത്ത് നമ്മൾ ശുദ്ധീകരണ അറ കെട്ടണം. ആ അറ കെട്ടുമ്പോൾ ഈ ഇഷ്ടി ഉപയോഗിച്ച് ചതുരത്തിൽ ഒരു സെല്ല് കെട്ടും. അങ്ങനെ കെട്ടുന്ന സെല്ലിന് അതിൻ്റെ ഈ ഇഷ്ടി കൊണ്ട് എത്ര കെട്ടിയാലും ചിലപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ വെള്ളം അകത്ത് കയറുന്നത് കൊണ്ട് അതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ട് ഒറ്റയ്ക്ക് തയ്യാറാക്കിയ ഒരു മൺകട്ട വയ്ക്കും. അത് ഉണ്ടാക്കുന്ന വിധം ഒടുവിൽ ഞാൻ പറയാം. ആ മൺകട്ട കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് പിന്നെ ഇത് കാണുമ്പോൾ മനസ്സിലാകുമെന്ന് തോന്നുന്നു, അതിൻ്റെ അകത്ത് വെള്ളം പുറത്തേക്ക് പോകാൻ ഒരു പൈപ്പ് കാണും, വായു പുറത്തേക്ക് പോകാനുള്ള മുകളിലോട്ട് പോകാനുള്ള ഒരു കുഴലും വെക്കും. അങ്ങനെ വെച്ചിട്ട് അതിന് ചുറ്റിനും ഇഷ്ടിക 3 ഇഞ്ച് വിടവിലെ ഇഷ്ടിക സിമെൻ്റ് ഇട്ട് ഭംഗിയായിട്ട് കെട്ടും. കണ്ടില്ലേ? സിമെൻ്റ് ഇട്ട് കെട്ടിവയ്ക്കും. അതിൻ്റെ അടുക്ക ഒരു മണ്ണറ വെച്ച് മണ്ണ് കൊണ്ടുള്ള ഒരു കട്ട വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റിനും ഇഷ്ടിക മുമ്പേ പറഞ്ഞ പോലെ ഉരച്ച ഇഷ്ടിക വെച്ച് സിമെൻ്റ് ഇട്ട് ഭംഗിയായിട്ട് കെട്ടും. അതിന് ശേഷം ആ ഗ്യാപ്പിൽ, ആ മൺകട്ടയുടെ മുകളിലും ഗ്യാപ്പിലുമെല്ലാം ചിരട്ടക്കരി ഭംഗിയായിട്ട് ചെറിയ പീസാക്കി പൊടിച്ച് കഴുകി അതിൻ്റെ അകത്ത് നിറയ്ക്കും. ഇത് കാണാമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ചിരട്ടക്കരിയുടെ മണ്ടയ്ക്ക് പാക്കിങ്ങിന് വേണ്ടി അരിച്ച കഴുകിയ ആറ്റുമണൽ നിരത്തി നല്ലപോലെ അടിച്ച് മുറുക്കി വരും. മണൽ വെച്ച് പാക്ക് ചെയ്യും. അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉരച്ച് വെച്ചിരിക്കുന്ന കട്ട കെട്ടും. 20 അങ്ങനെ കട്ട കെട്ടിയതിന് ശേഷം അതിൻ്റെ പുറത്ത് വീണ്ടും 3 ഇഞ്ച് വിടവിൽ വീണ്ടും ഇഷ്ടിക കൊണ്ട് കെട്ടി അതിൻ്റെ അകത്ത് ജൈവാംശമില്ലാത്ത പച്ച മണ്ണ് നിറയ്ക്കും. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ഞാൻ കൂടുതൽ വിശദീകരിച്ചിട്ട് പിന്നെ പറയാം. ജൈവാംശമില്ലാത്ത മണ്ണ് എന്ന് പറഞ്ഞാൽ പറമ്പിൽ ഇച്ചിരി ആഴത്തിൽ എവിടുന്നേലും മണ്ണെടുത്ത് ചാണകമോ വിരയുടെ മുട്ടയോ ഒന്നും ഇല്ലാത്ത തരം മണ്ണെടുത്ത് കളച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് നിറയ്ക്കും. അങ്ങനെ ചുരുക്കം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, വെള്ളം ശുദ്ധീകരിക്കണമെങ്കിൽ ഒരു ചെറിയ ടാങ്ക് വേണം. ആ ടാങ്കിൻ്റെ അകത്ത് നമ്മൾ ശുദ്ധീകരണ അറ പണിയണം. ആ അറ പണിയുന്നതിന് ഇഷ്ടിക കൊണ്ടാണ് പണിയുന്നത്. അതിൻ്റെ അകത്ത് അങ്ങനെ പണിത് കഴിഞ്ഞാൽ വായു പുറത്തേക്ക് പോകാൻ ഒരു കുഴൽ വേണം. വെള്ളം
നമുക്ക് കിണറ്റിലോട്ട് വിടാൻ ഒരു കുഴൽ വെക്കും. ഈ ടാങ്കിൻ്റെ അകത്താണ് മഴവെള്ളം വന്ന് സ്റ്റോർ ചെയ്യേണ്ടത്. മഴവെള്ളം വന്ന് വീണ് കഴിയുമ്പോൾ ആദ്യം മഴവെള്ളം ഇഷ്ടികക്കകത്തൂടെ ഇറങ്ങി, മണ്ണിൻ്റെ അകത്തൂടെ ഇറങ്ങി, വീണ്ടും ഇഷ്ടികക്കകത്തൂടെ വന്ന്, ചിരട്ടക്കരിക്കകത്തൂടെ വന്ന്, അതിനുശേഷം ഒരു മൺകട്ടയുണ്ട്, ആ മൺകട്ടയിൽ കൂടെ കടന്ന് ഇറ്റിറ്റ് തുള്ളി തുള്ളിയായിട്ട് അതിൻ്റെ ഉള്ളിൽ നിറയുമ്പോൾ അത് കുഴൽ വഴി കിണറ്റിലേക്ക്. ആ വെള്ളം 50 അടി താഴ്ചയുള്ള മണ്ണിൽ കൂടി അരിച്ച് എടുക്കുന്നതിന് അത്രയും ശുദ്ധമായ വെള്ളമായിരിക്കും. ഗ്ലാസ്സിൽ എടുത്ത് തിളപ്പിക്കാതെ നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാവുന്ന ശുദ്ധജലം. ഇത് എക്സ്പെരിമെൻ്റലായിട്ട് ഒത്തിരി ഭാഗമുണ്ട്, അത് പറഞ്ഞ് സമയം കളയുന്നില്ല. ഞാൻ വളരെ ചുരുക്കി അത് ആ രൂപത്തിൽ പറഞ്ഞു വന്നേ ഉള്ളൂ. ഈ രൂപത്തിൽ നമുക്ക് ശുദ്ധീകരണ അറ നമുക്ക് പണിയാം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, ഈ വീഴുന്ന വെള്ളമെല്ലാം പിന്നെ ശുദ്ധീകരിക്കാൻ ഈ ഒരറ പോരാ, ഒന്നിലധികം അറകൾ സമാന്തരമായിട്ട് വെച്ചിട്ടാണ് കൂടുതൽ വെള്ളം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഇത് കോഴഞ്ചേരിയുള്ള മുട്ടുമൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻ്റർകൊളീറ്റ് പെയർ ഫെലോഷിപ്പ് എന്ന് പറയുന്ന കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള ഒരു കെട്ടിടമുണ്ട്. അവിടെ ഏതാണ്ട് 600 റൂമുണ്ട്. അതിൻ്റെ അകത്ത് ഒരു തുള്ളി വെള്ളം പോലും പുറത്തുനിന്ന് കിണറ്റിൽ നിന്ന് എടുക്കാതെ മഴവെള്ളം തന്നെ ശേഖരിച്ചെടുക്കുന്നതാണ്. ഇതിൻ്റെ താഴെ കാണുന്നിടത്ത് അണ്ടർഗ്രൗണ്ടിലാണ് ശുദ്ധീകരണ അറ പണിയുന്നത്. 4 ഇഞ്ച് പൈപ്പിൽ കൂടിയാണ് ആ വെള്ളം ശുദ്ധീകരിച്ച് 4 ലക്ഷം ലിറ്ററിൻ്റെ ടാങ്കിൽ നിറയുന്നത്. അതിനാവശ്യമായിട്ടുള്ള കരി തയ്യാറാക്കി, പിന്നെ മുമ്പേ ഞാൻ കാണിച്ചതുപോലെയുള്ള 16 യൂണിറ്റുകൾ നിരനിരയായിട്ട് വെച്ച് 4 ഇഞ്ച് പൈപ്പിൽ കൂടി വെള്ളം ശുദ്ധീകരിച്ച് നമ്മളെ വലിയ ടാങ്കിലേക്ക് നിറയ്ക്കുന്ന, കിണറ്റിലേക്കല്ല ടാങ്കിലേക്ക് നിറയ്ക്കുന്ന വിധം 16 ആദ്യം കാണിച്ച പോലുള്ള 16 യൂണിറ്റുകളിലൂടെ ശുദ്ധീകരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ ചിലവ് വരും എന്നേ ഉള്ളൂ കൂടുതൽ വെള്ളം ശുദ്ധീകരിക്കുന്നതിന്. വഞ്ചിത്രപ്പള്ളിയിൽ, കോഴഞ്ചേരി വഞ്ചിത്രപ്പള്ളിയിൽ ഒരു ചെറിയ സംഭരണി, ഇതാണ് 35,000-40,000 ലിറ്ററോളം ഉള്ള സംഭരണി, കിണർ റീചാർജ് ചെയ്യുന്നുണ്ട്. അവിടെ ഇതിൻ്റെ 6 യൂണിറ്റാണ് ഉപയോഗിച്ചത്. വീടുകളിലൊക്കെ നമുക്ക് ഒറ്റ യൂണിറ്റ് മതിയാകും. 6 യൂണിറ്റ് ഉപയോഗിച്ചിട്ട് 1.5 ഇഞ്ച് പൈപ്പിൽ കൂടി വെള്ളം പുറത്തേക്ക് എടുക്കുന്ന രീതിയാണ്. ഞാൻ ചുരുക്കം പറയാമല്ലോ. പിന്നെ കിണർ റീചാർജിന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതി, നമ്മുടെ മുറ്റത്ത് ഒരു ചെറിയ ടാങ്ക് ഉണ്ടാക്കാം. 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ഉയരമുള്ള 4 ഇഞ്ചിൻ്റെ സിമെൻറ്റ് കട്ട മാത്രം ഉപയോഗിച്ച് ഒരു ചെറിയ ടാങ്ക് ഉണ്ടാക്കുക. സിമെൻറ്റ് ടാങ്ക് ഉണ്ട്. അതിൻ്റെ ഉൾവശം തേക്കണം. ഇത്രയേ ഉള്ളൂ, ഒരു പ്രയാസവും ഇല്ല. എന്നിട്ട് ഉൾവശം തേച്ചതിന് ശേഷം പിന്നെ നമ്മൾക്ക് സ്വന്തമായി അതിൻ്റെ അകത്തുനിന്ന് വെള്ളം പുറത്തേക്ക് എടുക്കാൻ ഒരു പൈപ്പ് വെക്കണം. ആ പൈപ്പാണ് കിണറ്റിലോട്ട് നേരിട്ട്, കിണറിൻ്റെ സൈഡിലെ ഭിത്തി തുറന്നിട്ട് മണ്ണിക്കൂടെ നേരിട്ട് കിണറ്റിലേക്ക് ഇടാം. മഴവെള്ളത്തെ ഈ ടാങ്കിലേക്ക് വിട്ടിട്ട് അതിൻ്റെ അകത്ത് ഇഷ്ടികയും, മുമ്പേ കാണിച്ച പോലെ ഇഷ്ടികയും കരിയും പച്ചമണ്ണും പിന്നെ മൺകട്ടയും എല്ലാം ഉപയോഗിച്ചുള്ള ഒരു അരിപ്പത്തടം പണിയണം. ഈ അരിപ്പത്തടം ഇങ്ങനെ പണിതാൽ 12-13 കൊല്ലം വരെ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു പ്രാവശ്യം പണിതാൽ വീണ്ടും യാതൊന്നും ചെയ്യേണ്ടാത്ത, അതായത് അത് ക്ലീനിങ് പോലും നടത്തേണ്ടാത്ത അരിപ്പത്തടം ഇന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെയാണ് ഇത്രയും നാൾ നിലനിൽക്കുന്നത് ചോദിച്ചാൽ, ആവശ്യമുള്ള കരിയുടെ 100-150 ഇരട്ടി കരി നമ്മളിതിനകത്തിടും. ഒന്ന്. രണ്ടാമത്, വേനൽക്കാലമാകുമ്പോൾ, മഴക്കാലം മാറിക്കഴിയുമ്പോൾ ഈ അരിപ്പത്തടം എന്ത് ചെയ്യുമെന്നറിയാമോ? ഇത് ഒരു ചെറിയ വീട്ടിലേക്ക് ചെയ്യുന്ന അരിപ്പത്തടം, 2 യൂണിറ്റ് മാത്രം വെച്ച് ചെയ്യുന്ന ഒരു ചെറിയ അരിപ്പത്തടം. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ വേനൽക്കാലമാകുമ്പോൾ ഇതങ്ങ് ഡ്രൈ ആകും. ഈ അരിപ്പത്തടം ഡ്രൈ ആയി കിടക്കും. ഡ്രൈ ആകുമ്പോൾ ഇതിനകത്തെ കാർബൺ വലിച്ചെടുത്തിരിക്കുന്ന, അതിശോഷണ സ്വഭാവം മൂലം വലിച്ചെടുത്തിരിക്കുന്ന ഗ്യാസിനെ എല്ലാം അത് പുറത്തു വിടും. മണ്ണ് ഫ്രഷാകും, പുതുമണ്ണാവും. ഇങ്ങനെ പുത്തനായിട്ട് അടുത്ത മഴക്കാലം ആകുമ്പോഴത്തേക്ക് നമ്മുടെ അരിപ്പത്തടം ഫ്രഷായി പുത്തനായി തന്നെ നിൽക്കും. അതുകൊണ്ട് ആദ്യം വരുന്ന വെള്ളം, നമ്മൾ പുത്തങ്കലത്തിൽ വെള്ളം എടുക്കുമ്പോൾ മണ്ണിൻ്റെ ചുവ വരുന്ന പോലെ അല്പം വെള്ളം ഒരു മണ്ണ് ചുവ, ആ വെള്ളം ചോർത്തി കളയാനുള്ള ഒരു പൈപ്പ് സംവിധാനം കൂടെ ഇതിൻ്റെ അകത്ത് വയ്ക്കേണ്ടി വരും. ഇനിയും ജലസംരക്ഷണത്തിന് വേറെ ഒത്തിരി മാർഗമുണ്ട്. അതായത് പാറമടകളിൽ ഒരു ചെറിയ ചിറകെട്ടി അതിൻ്റെ അകത്ത് ഈ ശുദ്ധീകരണ അറ ഉണ്ടാക്കിയാൽ നമുക്ക് വെള്ളം സംരക്ഷിച്ച് കുടിക്കാൻ ഉപയോഗിക്കാം. നിർത്തട്ടെ ഞാൻ. അതുപോലെ നമ്മുടെ
വീടുകളുടെ സമീപത്തായിട്ട് ചെറിയ ഊറ്റുറവ സംവിധാനം കാണും. ഊറ്റുറവ എന്ന് പറഞ്ഞ് ഞാനൊന്ന് വിശദീകരിക്കാം. മഴ അങ്ങോട്ട് പെയ്ത് കഴിയുമ്പോൾ മണ്ണിലേക്ക് 1-1.5 അടി താഴ്ചയുള്ള മണ്ണിലേക്ക് വെള്ളം താണിട്ട് പാറയുടെ പുറത്തുകൂടി ഒഴുകി ഏതെങ്കിലും പാറയുടെ സൈഡിൽ കൂടി ഒഴുകി പുറത്തു വരും. അത് ഊറ്റുറവയാണ്. അത് കുടിക്കണമെങ്കിലും അവിടെ ഒരു ചെറിയ തടാകം പോലെ, ഇതിപ്പോൾ ഒരു ഊറ്റുറവയുടെ പാറപ്പുറത്തൂടെ ഒഴുകി വരുന്ന ഊറ്റുറവയുടെ ചിത്രമാണ്. അതിൽ കൂടി ഒഴുകി വരുന്ന വെള്ളത്തെ നമുക്ക് അതിന് ചുറ്റിനും ഒരു ചെറിയ ചറ പോലെ സിമെൻറ്റ് കൊണ്ട് കെട്ടിയാൽ, ഇതൊരു സാധുവായ മനുഷ്യൻ്റെ വീട്ടിൽ കെട്ടിയാൽ അതിൻ്റെ അകത്ത് നമുക്ക് അരിപ്പത്തടം പണിയാമെങ്കിൽ, കണ്ടില്ലേ, ഏതാണ്ട് ഒരാൾ കയ്യൊപ്പം ഉയരമേ ഉള്ളൂ അതിന്. പിന്നെ അതിൻ്റെ അകത്ത് അരിപ്പത്തടം ഇഷ്ടി കൊണ്ട് ഉള്ളിൽ കെട്ടിയിരിക്കുന്നതാണ്. അതെങ്കിൽ അതിൽ നിന്ന് വെള്ളം നമുക്ക് പുറത്തെടുത്തിട്ട് കുടിക്കാൻ ഉപയോഗിക്കാം. അതുപോലെ എവിടെയും കേരളത്തിൽ കരിമ്പാറയുടെ കുന്നുപോലുള്ള പാറയുടെ മണ്ടയ്ക്ക് പോലും അല്പം പൈസ മുടക്കാൻ എവിടെയും ഏത് വീട്ടിൽ എവിടെയും ഇഷ്ടം പോലെ മഴവെള്ളം ശേഖരിച്ച് ശുദ്ധീകരിക്കാൻ ഒരു പ്രയാസം. കേരളത്തിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മൗഢ്യം. നമുക്ക് സാഹചര്യം അനുസരിച്ച് കുറച്ച് പൈസ അങ്ങോട്ടോ കൂടുതലോ കുറവോ വരും. ഒരു റീചാർജ് യൂണിറ്റ് പണിയുന്നതിന് വേണ്ടി ഈ സിമെൻറ്റ് ടാങ്ക് പണിയാൻ ഒരു 3000 രൂപ ചിലവും അരിപ്പത്തട്ടം പണിയാൻ എല്ലാ ചിലവും കൂടെ ജോലിക്കാരുടെ കൂലി ഉൾപ്പെടെ ഒരു 4,500 രൂപ. അങ്ങനെ ഒരു 7,500 രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ കിണർ റീചാർജ് ചെയ്തെടുക്കാൻ ഒരു പ്രയാസമില്ല. പിന്നെ പൈപ്പും പാത്തിയൊക്കെ ഒത്തിരി വേണമെങ്കിൽ അതിൻ്റെ പൈസ ഇടാം. അത് നമുക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുകൂടെ ചിലവാണ്. ഇങ്ങനെ ജലസംരക്ഷണം നമ്മുടെ കിണറിൽ കൂടി റീചാർജ് ചെയ്ത് ഇഷ്ടംപോലെ നമ്മുടെ കിണറ്റിൽ വെള്ളം ഉണ്ടാക്കുന്നതിന് ഒരു പ്രയാസവും ഇന്ന് ഇല്ല എന്നുള്ള സാങ്കേതികവിദ്യയാണ് നിങ്ങൾ അറിയിച്ചത്. എൻ്റെ സമയം വളരെ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെങ്കിൽ ഞാൻ ഒരു 2 മിനിറ്റ് കൂടെ എടുക്കുകയാണ്. ഇന്നത്തെ ഒരു സാമൂഹിക കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഒരു ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ആ സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ ഗവൺമെൻറ് ആശുപത്രിയുടെ സമീപത്തായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. മാലിന്യം വലിച്ചെറിയരുത്, നഗരം വൃത്തിയായി സൂക്ഷിക്കുക, പത്തനംതിട്ട നഗരസഭ. അതിൻ്റെ അടിയിൽ തന്നെ ഇഷ്ടം പോലെ വേസ്റ്റ് കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ സംസ്കാരം എന്ന് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ, നിങ്ങളുടെ വീട്ടിൽ വെച്ച് സംസ്കരിക്കാനുള്ള ഒരു ചെറിയ മാർഗം കൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടാക്കാൻ ഇന്ന് പിടിയിരിക്കുന്ന എല്ലാവർക്കും ഈ ആഴ്ച തന്നെ വീട്ടിൽ പോയി സ്വന്തമായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മാലിന്യ സംസ്കരണ സംവിധാനം ഒരു 1000 രൂപയിൽ താഴെ ചിലവാക്കി ഒന്ന് പറഞ്ഞു തന്നിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. അതിന് വേണ്ടത് 1/2 മീറ്റർ പൈപ്പ്, PVC പൈപ്പ്. അത് 8 ഇഞ്ച് വ്യാസമുള്ള പൈപ്പാണ് നല്ലത്. അതിന് ഏതാണ്ട് 1,500 രൂപ ചിലവ്. അതിനൊരു അടപ്പും വേണം. അടപ്പയിൽ ഒരു പിടിയും പിടിപ്പിക്കണം. ഇനി 8 ഇഞ്ച് കിട്ടിയില്ല, നമ്മുടെ വീട്ടിലൊക്കെ ടോയ്ലറ്റിനൊക്കെ പിടിപ്പിച്ച 4 ഇഞ്ച് പൈപ്പാണെങ്കിൽ അതായാലും മതി, 6 ഇഞ്ച് പൈപ്പാണെങ്കിൽ അതായാലും മതി. ഏതാണെങ്കിലും ഒരു പൈപ്പിൻ്റെ ഒരു കഷ്ണം 1/2 മീറ്റർ പൈപ്പ് മുറിച്ചെടുക്കുക. ആ പൈപ്പ് മുറിച്ചെടുത്തതിന് ശേഷം അതിനെ ഒരു തറയിൽ വെച്ച് ഒരു സ്ലാബ് ഉണ്ടാക്കുക. വട്ടത്തിലോ ഒരു സ്ലാബ്, ഇപ്പം വട്ടത്തിലുണ്ടാക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ്. വട്ടത്തിലോ ചതുരത്തിലോ എങ്ങനെയെങ്കിലും ഒരു സ്ലാബ് ഉണ്ടാക്കുക. ആ സ്ലാബിൻ്റെ നടുക്ക് വെർട്ടിക്കലായിട്ട് ഈ പൈപ്പ് കുത്തി നിൽക്കണം. ഒരു സ്ലാബിൻ്റെ നടുക്ക് ഒരു പൈപ്പ് ഇങ്ങനെ ലംബമായിട്ട് നിർത്തണം. ഇത്രയേ ഉള്ളൂ, തീർന്നു. ഇത് മാലിന്യ സംസ്കരണ സംവിധാനം തീർന്നു. ഇത് ഒരു പ്രയാസമില്ലല്ലോ, സ്വന്തമായിട്ടുണ്ടാക്കാം. ഇത് വൃത്തത്തിൽ വേണമെന്നില്ല, ചതുരത്തിൽ മതി. ചതുരത്തിലും വേണമെന്നില്ല, നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഓവൽ ഷേപ്പിലാണെങ്കിൽ അങ്ങനെ ആയാലും മതി. എങ്ങനെയെങ്കിലും അവരവർക്ക് ഇഷ്ടം പോലെ ഒരു 2-2.5 ഇഞ്ച് കനത്തിൽ എന്തെങ്കിലും കുടക്കമ്പിയോ തെങ്ങ് കിട്ടുന്ന കമ്പിയോ എന്തെങ്കിലും കമ്പിത്തുണ്ടോ എടുത്ത് പറക്കിയിട്ട് മിറ്റത്ത് നിന്ന് തന്നെ ഒരു ചട്ടി മിറ്റിലും ഒരു 3 ചട്ടി മിറ്റിലും ഒരു ചട്ടി സിമെൻറ്റും കൂടെ സംഘടിപ്പിച്ച് ഒരു സ്ലാബ് സ്വന്തമായിട്ടുണ്ടാക്കാം. നടുക്ക് വെർട്ടിക്കലായിട്ട് ഒരു 1/2 മീറ്റർ നീളത്തിൽ ഒരു പൈപ്പ് കഷ്ണം വയ്ക്കണം എന്ന് മാത്രം. അതിനൊരു അടപ്പുണ്ട്. ഇത്രയേ ഉള്ളൂ. അങ്ങനെ സ്ലാബ് ഉണ്ടാക്കി ഇത് വൃത്തത്തിൽ ഉണ്ടാക്കാൻ അതിന് കുളയൊക്കെ വെച്ചുണ്ടാക്കിയത്. നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് അടുക്കളയോട് ചേർന്നോ മുറ്റത്തോ പറമ്പിലോ എവിടെയെങ്കിലും ഒരു കുഴി ഉണ്ടാക്കുക. എവിടെയെങ്കിലും ഒരു കുഴി ഉണ്ടാക്കുക. കുഴി ഏത് ഷേപ്പിൽ വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ സ്ലാബ് എങ്ങനെയാണോ ഉണ്ടാക്കിയത്, വൃത്തത്തിൽ ആ സ്ലാബ് ഉണ്ടാക്കിയെങ്കിൽ വൃത്തത്തിൽ കുഴി എടുക്കുക. ചതുരത്തിൽ സ്ലാബ് ഉണ്ടാക്കിയെങ്കിൽ അങ്ങനെ എടുക്കുക. അതല്ല ഓവൽ ഷേപ്പിൽ ആ സ്ലാബ് ഉണ്ടാക്കിയെങ്കിൽ ഓവൽ ഷേപ്പിൽ കുഴി എടുക്കുക. മണ്ണുകളിൽ ഒരു കുഴി എടുക്കുക. കുഴി നല്ല ഉറപ്പുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ
ഇച്ചിരി മണ്ണ് പുറമോട്ട് മാറ്റിയിട്ട് അതിന് ചുറ്റിനും ഒരു ഇഷ്ടിക ഒന്ന് നിരത്തണം. ഇല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട. അതിൻ്റെ സൈഡിലായിട്ട് ഇച്ചിരി മണ്ണ് മാറ്റിയിട്ട് അതിൻ്റെ പുറത്തേക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച സ്ലാബും പൈപ്പും കൂടെ എടുത്തു വെക്കണം. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഓർത്തിരിക്കേണ്ട സംഗതി, ഈ സ്ലാബ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് മണ്ണിട്ട് മൂടുമ്പോൾ ഒരു 2 ഇഞ്ച് മണ്ണ് സ്ലാബിൻ്റെ മണ്ടയ്ക്ക് കിടക്കണം. കിടക്കത്തക്ക രൂപത്തിൽ സ്ലാബ് ഇട്ട് മൂടണം. ഇത് തയ്യാറായി കഴിഞ്ഞാൽ കുഴിയുടെ അടിയെടുക്കേണ്ടത് ഓവൽ ഷേപ്പിലാണ്. അതൊക്കെ ഇനി താല്പര്യമുള്ളതൊക്കെ വിശദീകരിച്ച് പറയാം. മണ്ണിട്ട് മൂടിയാൽ അടപ്പ് തുറക്കുക. ഇത് മനോഹരമായിട്ട് ചെയ്താൽ മുറ്റത്തോ പെരയുടെ ഓരത്തോ എവിടെ വേണേലും ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. മണ്ണിട്ട് മൂടിയാൽ മുറ്റത്ത് ഒരു പൈപ്പും അതിനൊരു അടപ്പും മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. അടപ്പ് തുറക്കുക. നമ്മുടെ വീട്ടിലെ ചിരട്ട, കുപ്പിച്ചില്ല, പ്ലാസ്റ്റിക് ഇവ ഒഴികെയുള്ള എല്ലാ ജൈവമാലിന്യങ്ങളും, മീൻ വെട്ടുന്ന വേസ്റ്റ്, എന്തും ഭക്ഷണത്തിൻ്റെ ഭാഗം ഏതും ഇഷ്ടം പോലെ ഈ അടപ്പ് തുറക്കുക, കുഴിയിലിടുക, അടച്ചു. അത് കുട്ടികൾ തന്നെ, കോന്നി ഗവൺമെൻറ് സ്കൂളിൽ കുട്ടികൾ തന്നെ ഉണ്ടാക്കിയ സംവിധാനമാണ്. അതിലത് ചോറിൻ്റെ ബാക്കി ഭാഗം അവരെ ഇടുന്ന ചിത്രമാണ്. ഇത് നമുക്ക് സ്വന്തമായിട്ടുണ്ടാക്കാം. പക്ഷേ ഇത് ഓർമ്മയിരിക്കണം, കുറച്ച് നാൾ കഴിയുമ്പോൾ മഴ പെയ്യും മണ്ണൊഴുകിപ്പോയാൽ ഈ സ്ലാബ് തെളിയരുത്. വീണ്ടും മണ്ണ് ഇട്ടിട്ട് ചവിട്ടി ഉറപ്പിച്ച് ഒരുപോലെ വെച്ചിട്ട്. ഇത്രയേ ഉള്ളൂ. ഇത് സ്വന്തമായിട്ട് ചെയ്യാവുന്ന, വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഇതൊരു 6-7 കൊല്ലം കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. 100% ഗ്യാരണ്ടിയാണ്. ഇതിനകത്ത് എന്ത് വേസ്റ്റ്, ഒരു എലി തല്ലി ചത്തത് എടുത്ത് കുഴിയിലിട്ടിട്ട് അടച്ചു വെച്ചാലും അല്പം പോലും ദുർഗന്ധം വരത്തില്ല. അത് അതിൻ്റെ അടുത്തെങ്ങാണ് ഒരു വാഴയോ മുരിങ്ങയോ തെങ്ങോ നിൽപ്പുണ്ടെങ്കിൽ വളമായിട്ട് എടുത്തോളൂ. അതല്ല, വളമായിട്ട് എടുക്കണേ അടപ്പ് തുറന്നിട്ട് ഒരു 3 മാസം ഇതിന് വിശ്രമം കൊടുത്തിട്ട് വലിയൊരു തവി പോലെ സാധനം കൊണ്ട് ഇതിനകത്ത് ജൈവവളം നമുക്ക് കോരിയെടുക്കുകയും ചെയ്യും. വളരെ സിമ്പിള്. ഏകദേശം 1000 രൂപയിൽ താഴെ എല്ലാവർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ സമയമുള്ളപ്പം ചെയ്യാവുന്ന ഒരു മാലിന്യ സംസ്കരണം. നമ്മുടെ വീട്ടിലെ മാലിന്യം എങ്ങും കൊണ്ടുപോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ. ഇതിന് ആകെ 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ഇതെവിടെ സംസ്കരിക്കുമെന്ന് ചോദിച്ചാൽ, ടൈല് ഇട്ടിരിക്കുന്ന മുറ്റത്താണെങ്കിലും 2 ടൈല് 4 ടൈല് മാറ്റിയിട്ട് അവിടെ കുഴിയെടുത്തിട്ട് ഇത് ഫിറ്റ് ചെയ്ത് വെച്ച് ആ ടൈല് അതുപോലെ നമുക്ക് പറക്കി അവിടെ വെച്ചാൽ അല്പം പോലും വൃത്തികേടില്ലാതെ, ഗാർഡനിലൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ അല്പം പെയിൻ്റൊക്കെ ചെയ്ത് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പോകട്ടെ. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് സഭയിലെ 2 വന്യരായ സഭാപിതാക്കന്മാരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇതിൻ്റെ സംഘാടകരോടുള്ള തോമസ് കുട്ടി സാറിന് വളരെ കുറച്ച് സമയത്തിൽ ഇത്രയും പറയാൻ സാധിച്ചു. ആർക്കെങ്കിലും 2 പേർക്ക് സംശയം ചോദിക്കാമെന്നാണ്. മൺകട്ട ഉണ്ടാക്കുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വലുതും ചെറുതും ഉണ്ടാക്കാം. ഒരു ഇഷ്ടികയുടെ വലുപ്പമായാലും മതി. ഈ മൺകട്ടയുടെ ഉപയോഗം എന്തിനാന്ന് ചോദിച്ചാൽ, ഈ ടാങ്കിൽ കൂടി വെള്ളം മണ്ണിക്കൂടെയും കരിക്കൂടെയും ഒക്കെ ഒഴുകി വളരെ വേഗം പോയാൽ കരിക്കൊക്കെ അതിൻ്റെ അകത്ത് ലയിച്ച് ചേർന്ന വാതകങ്ങളെയൊക്കെ വലിച്ചെടുക്കാൻ സാവകാശം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യും. ഒരു ടാങ്ക് എന്താ വലിപ്പം വേണം, എന്തുമാത്രം വെള്ളം പുറത്തു പോകണം എന്ന് കണ്ടുകൊണ്ട് ആ വെള്ളം, അതിൽ കൂടി ഒഴുകുന്ന വെള്ളത്തെ നിയന്ത്രിക്കാനാണ് മൺകട്ട പ്രധാനമായിട്ട് വയ്ക്കുന്നത്. ഒന്നാണ് ഇതുണ്ടാക്കുന്നത് പച്ച മണ്ണുകൊണ്ടാണ്. പച്ച മണ്ണ് ഇടഞ്ഞെടുത്ത്, അതായത് ജൈവാംശമില്ലാത്ത മണ്ണ് വേണം. മണ്ണ് എവിടെയെങ്കിലും ഈ ഇലകളൊക്കെ പൊടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് മേൽമണ്ണെല്ലാം കുറച്ച് വെട്ടി മാറ്റി വെച്ച് ചുമന്ന ഒരുതരം വളമില്ലാത്ത മണ്ണ് എടുത്തിട്ട് ഇടഞ്ഞ് അരിപ്പയിലിടഞ്ഞിട്ട് അതിൻ്റെ വലിയ കഷ്ണങ്ങളെല്ലാം കളയണം. പിന്നെ അതിൻ്റെ അകത്തെ ക്ലേ പാർട്ടെല്ലാം ഇടഞ്ഞ് കളയണം. ചെറിയ അരിപ്പയിലും വലിയ അരിപ്പയിലും ഇടയണം. എന്നിട്ട് ഒരു മീഡിയം തരത്തിലുള്ള നമ്മുടെ ചോറ് വെക്കുന്ന അരി നടുവേ മുറിഞ്ഞ വലിപ്പത്തിലുള്ള ഒരു തരം മണ്ണായിട്ട് ഇങ്ങനെ കിട്ടും. ആ തരത്തിലുള്ള മണ്ണെടുത്തിട്ട് നല്ലപോലെ ഉണങ്ങണം. ഉണങ്ങിന് ശേഷം ഇത് തടി കൊണ്ടൊരു അച്ചുണ്ടാക്കണം. ഇത് ഈ കട്ട കമഴ്ത്തിയാണ് വെച്ചേക്കുന്നത്, ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരിച്ചിരി സ്ഥലം വേണം. അങ്ങനെ തടി ഉള്ള അച്ചിൻ്റെ അകത്ത് വെച്ചിട്ട് അടിച്ചുറപ്പിച്ചാണ് ഇത് കട്ട ഉണ്ടാക്കുന്നത്. ഇത് ചുടത്തില്ല, വെള്ളത്തിൽ അരിയത്തില്ല, 80 കിലോ ഭാരം കയറിയാൽ പൊട്ടത്തില്ല. അങ്ങനെയൊരു കട്ടയാണ്. അപ്പോൾ ഇതിന് പശ വേണം. പശ 2 രൂപത്തിൽ ഉപയോഗിക്കാം. ഒന്ന് സിമെൻറ്റ് ചേർക്കാം. പക്ഷേ സിമെൻറ്റ് ചേർത്താനുള്ള ദോഷം, ഈ മണ്ണിൻ്റെ വിടവ് കണ്ണി അങ്ങ് ഈ സിമെൻറ്റ് കയറി അടഞ്ഞ് ഇതങ്ങ് ബ്ലോക്കായി. പിന്നെ ഉപയോഗിക്കുന്നത് സുർക്കിയാണ്.
സുർക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? ചുണ്ണാമ്പ് കുമ്മായം എടുത്ത് വെള്ളത്തിൽ കലക്കി തെളിയിച്ചെടുക്കണം. പച്ചവെള്ളം പോലെ തെളിഞ്ഞ് കിട്ടും. അതിൻ്റെ അകത്ത് ശർക്കര കലക്കണം. ശർക്കര കലക്കിയിട്ട് ആ ശർക്കര വെള്ളം ഈ ഉണങ്ങിയ മണ്ണിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് നോക്കുമ്പോൾ പുട്ടിന് മാവ് നനയ്ക്കുന്ന വിധം അറിയാമോ? ഇങ്ങനെ മുറുക്കി പിടിച്ചാൽ അതുപോലെ ഉരുളയായിട്ടിരിക്കും. ആ പരുവം എടുക്കണം. ആ പരുവം എടുത്തിട്ട് ഈ അച്ഛൻ്റെ അകത്ത് വെച്ചിട്ട് ഇടിച്ച് ഒതുക്കിയെടുക്കണം. ഇടി കൂടിപ്പോയാൽ അരിക്ക കുറഞ്ഞു പോയാൽ അട്ടയ്ക്ക് ബലമില്ല. അപ്പോൾ അത് സൈക്കിളിൽ കയറാൻ പറഞ്ഞു തരുന്നത് പോലെ ആയിപ്പോൾ ഒരു 4, 5, 10 തവണ ചെയ്യുമ്പോൾ ഒരു കട്ട കിട്ടും ആദ്യമായിട്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഒരു കൈവഴക്കം വേണം അതിന്. അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് കട്ട ഉണ്ടാക്കണമെങ്കിൽ പിന്നെ അത് ചെയ്ത് പഠിച്ചാലേ പറ്റും. എൻ്റെ സാങ്കേതിക ഉണ്ട്. നമ്മൾ ചെയ്ത അതിനൊരു സന്തോഷമുണ്ട് അവർക്ക്. ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതിനുള്ള ആളുകളെ വേണമെങ്കിൽ സംഘടിപ്പിച്ചാൽ സാറേ, ഈ മഴവെള്ളം ശുദ്ധീകരിക്കുന്ന കാര്യത്തിനെപ്പറ്റി പല ഡിസൈൻസും മറ്റുമൊക്കെ പറഞ്ഞപ്പോൾ അതല്പം പ്രയാസമല്ലേ എന്നെനിക്കൊരു തോന്നൽ വന്നു. ഞാൻ കുറച്ചു കാലം ഒരു 10 വർഷം ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ടായിരുന്നു. അവിടെ എല്ലാം അവർ ചെയ്യുന്നത് റൂഫ് വാട്ടർ പൈപ്പിൽ കൂടെ കളക്ട് ചെയ്യും. എന്നിട്ട് അവിടെ കിണറില്ല, അതിന് പകരം ഒരു ടാങ്ക് കിട്ടും. ഈ ടാങ്കിലേക്ക് ആദ്യത്തെ ഒരു 2 മഴകളിലേക്ക് ഈ വരുന്ന വെള്ളം അവർ ഈ പൈപ്പ് ലാസ്റ്റിൽ നമ്മളുടെ ടാങ്കിലേക്ക് പോകുന്ന ഭാഗത്ത് ഡിസ്കണക്ട് ചെയ്തിട്ട് അത് ഭൂമിയിലേക്ക് അങ്ങ് ഒഴുക്കിക്കളയും. പിന്നീട് വരുന്ന വെള്ളം മൊത്തം അവർ നേരിട്ട് ടാങ്കിലേക്ക് കളക്ട് ചെയ്യും. എന്നിട്ട് ഈ ടാങ്കിൽ വെള്ളം ഓഫ് കോഴ്സ് ഇമ്പ്യൂരിറ്റീസൊക്കെ കാണും. അത് അവർ ചെയ്യുന്ന ഒന്നീ ഫിൽറ്റർ ഉപയോഗിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്ത് ഉപയോഗിക്കുക. ഒരു പ്രശ്നവും വരുന്നതായിട്ട് കണ്ടിട്ടില്ല. ഈ കുമ്പർസം പ്രോസസ്സിന് പകരം ഈ മേളിൽ നിന്ന് വരുന്ന പൈപ്പ് അതിൻ്റെ ലാസ്റ്റിലൊരു ടീ പൈപ്പ് മാതിരി കൊടുത്തതിന് ശേഷം ഇപ്പം നമുക്ക് അവിടെ 30 ഇഞ്ച് 40 ഇഞ്ച് മഴയേ ഉള്ളൂ. ഇവിടെ നമുക്ക് കിട്ടുന്നത് 300 സെൻറ്റിമീറ്റർ മഴയാണ്. ആദ്യത്തെ 2 or 3 മഴയിൽ നിന്നുള്ള വെള്ളം അതങ്ങ് ഭൂമിയിലേക്ക് കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് നമ്മളുടെ ടാങ്കിൽ കളക്ട് ചെയ്തുവാണെങ്കിൽ പിന്നെ ഒരു ഫിൽറ്റർ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്തോ ഉപയോഗിക്കാം. അതിൽ പിന്നെ നമ്മൾ ആഫ്രിക്കയിൽ അത് ഉപയോഗിച്ചത് അവിടെ വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമായതുകൊണ്ടാണ്. ഒന്ന്, നമ്മൾ ഈ മഴവെള്ളത്തെ വെറുതെ ഒന്ന് ഫസ്റ്റ് ഫ്ലഷ് അല്ലെങ്കിൽ ഇവിടെ കളയും. ആ വേനൽക്കാലം കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ 1-2 മഴയുടെ വെള്ളം നമ്മൾ തുറന്നു കിട്ടും. അതിന് ഫസ്റ്റ് ഫ്ലഷ് എന്നാണ് പറയുന്നത്, അത് കളയും. പിന്നെ കിട്ടുന്ന മഴവെള്ളം തീർച്ചയായിട്ടും അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് പായലോ പൊടിയോ അങ്ങനെ തന്നെ ആയിരിക്കത്തില്ല. മേൽക്കൂരയിൽ നിന്ന് വരുന്ന ലയിച്ച് ചേരുന്ന അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടാവും. അത് തിളപ്പിച്ചാൽ മാറുന്ന അണുക്കൾ മാത്രമേ തിളപ്പിച്ചാൽ മാറ്റാനൊക്കത്തുള്ളൂ. പക്ഷെങ്കിൽ തിളപ്പിച്ചാൽ മാറാത്തതുണ്ട്, അതിന് ഫിൽറ്റർ ചെയ്താലും മാറത്തില്ല. ഫിൽറ്റർ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്ന അക്വാ ഫിൽറ്റർ പോലെയുള്ള ഒരു മൈക്രോ ഫിൽറ്ററിൽ കൂടെ ഫിൽറ്റർ ചെയ്താലും ലയിച്ച് ചേർന്നതിനെ മാറ്റാനൊക്കത്തില്ല. അവിടെ നമ്മൾ ആക്ടിവേറ്റഡ് കാർബൺ ഉപയോഗിച്ചേ പറ്റൂ. അത് യാതൊരു സംശയമുള്ള കാര്യമല്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടത്. ഇത് വളരെ പറഞ്ഞപ്പം ഒത്തിരി ഉണ്ടെങ്കിലും ചെയ്യിപ്പം വളരെ സിമ്പിളാണ്. ഇപ്പം വേണ്ട മംഗളം കോളേജിൽ 35 ഏക്കറിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. 6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുക. പോകട്ടെ, സമയക്കുറവുകൊണ്ട് നിർത്തുകയാണ്. ഇവിടെ നിന്നിട്ട് സംശയമുള്ളവരുടെ എല്ലാ സംശയവും പറഞ്ഞു തീർക്കാം. അതിനുള്ള ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സൗകര്യവുമുണ്ട്.